ഹലോ ഗൈസ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ട തേങ്ങക്കൊത്തൊക്കെ ഇട്ടൊരു അടിപൊളി ഡക്ക് റോസ്റ്റ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. കിടു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനന്ത് മേരി. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, അതുപോലത്തെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ഫുൾ ഡക്ക് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കിട്ടുന്ന ഐറിഷ് ഫ്രഷ് ഡക്കാണ് എടുത്തേക്കുന്നത്. നമുക്കിങ്ങനെ പാക്കറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം പാക്കറ്റൊക്കെ പൊട്ടിച്ച് ക്ലീൻ ആക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഹസ്ബൻഡ് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. മീറ്റൊക്കെ കട്ട് ചെയ്യാനാണെങ്കിലും ഇപ്പോഴും ഞാൻ അത്രയും അങ്ങ് എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്തത് ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്, നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ വിനാഗിരി ഇട്ട വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കും. അതിൻ്റെ ആ ഒരു സ്മെല്ലില്ലേ, ആ ഒരു മുഷിക്ക് സ്മെല്ലുണ്ടാവുമല്ലോ ഡക്കിന്, അത് പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോകട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ വേണ്ട സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി, പച്ചമുളക് 2 എണ്ണം, പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ ഒരു കഷ്ണം, 2 സവോളയാണെങ്കിൽ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനാണെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും, പിന്നെ 1 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതുമാണ്. ഞാൻ ഗരം മസാലയായിട്ടല്ല ചേർക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഗരം മസാല ചേർക്കുന്നതിനേക്കാളും ബെറ്റർ സെപ്പറേറ്റ് ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടിച്ചതും, പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വിനാഗിരി ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗരം മസാലയ്ക്ക് പകരം ഇങ്ങനെ ചേർക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ അളവുകൾ കൃത്യമായിട്ട് തന്നെ ചേർക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണേ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഡക്ക് ബാച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്. നമ്മൾ ബാച്ചായിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലും മാത്രമേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇത് ഞാൻ നമ്മുടെ ഡക്ക് എല്ലാം കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പോർഷനായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ആ ഒരു ഡക്കിൽ ഫുള്ളായിട്ട് മാരിനേഷൻ ആവണം. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. നമുക്കൊരു 1/2 hour to 1 hour റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നന്നായിട്ട് കോട്ടിങ് ആവും, ആ ഒരു മസാലയിൽ നന്നായിട്ട് മാരിനേറ്റഡ് ആവും. ഞാനിപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല, ആ ചേർത്ത വെള്ളമേ ഉള്ളൂ. അതിൽ ഓൾറെഡി വെള്ളം ഇറങ്ങും. വേവിക്കാനായിട്ട് ഞാനിവിടെ 2 വിസിൽ മാത്രമേ അടുപ്പിക്കുന്നുള്ളൂ വേവാനായിട്ട്. കാരണം താളിക്കുമ്പോൾ ഓൾറെഡി വേവും. അപ്പോൾ ആ ഒരു കണക്ക് മതിയായിരിക്കും വേവാനായിട്ട്. ബ്രോയിലറും അതുപോലെ തന്നെ നാടൻ ഡക്കും ആണെങ്കിൽ വ്യത്യാസം ഉണ്ടാകും വേവിന്. നാടൻ ഡക്കിന് വേവ് കൂടുതലുണ്ട് കേട്ടോ, ബ്രോയിലറിന് കുറവാണ്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ താളിക്കാൻ ആവശ്യ സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചി ആണെങ്കിൽ നമുക്കൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 4-5 വെളുത്തുള്ളി വേണം. സവോള ഒരു 3 വലിയ സവോള, തക്കാളി 2 എണ്ണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 2.5 ടേബിൾ സ്പൂൺ. അതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മൾ സവോള ചേർത്ത് കൊടുക്കുക. ഇനി സവോള നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടും, പെട്ടെന്ന് തന്നെ സവോള വഴന്നിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പരുവം പറയാനാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. തീ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് കൂട്ടി കൊടുക്കാം. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇടുമ്പോൾ ചെറിയ തീയിൽ വേവിച്ചാൽ മതി. അതിനുശേഷം സവോളയ്ക്ക് തീ കൂട്ടി കൊടുക്കാം. ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുവാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1.5 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗ്രാമ്പൂ പൊടിച്ചതും തക്കോലം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അളവുകൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. ടീസ്പൂൺ മാറിപ്പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറി മൊത്തത്തിൽ കുളവാകും കേട്ടോ. നന്നായിട്ട് യോജിപ്പിക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ചിടണം. അതിനുശേഷം നമുക്ക് വഴന്ന് കഴിയുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ ഫ്ലഷൊക്കെ നന്നായിട്ട് വഴന്ന് സെപ്പറേറ്റ് ആവണം. ആ ഒരു പരുവം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. സവോളയും അതുപോലെ തന്നെ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരണം തക്കാളിയുടെ ഫ്ലഷ്. അതാണ് പരുവം.
ഈ ഒരു പരുവം മതിയായിരിക്കും. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഡക്കിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഡക്ക് ഇപ്പോൾ ഇടുന്നില്ല, ഡക്കിൻ്റെ ആ ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള വാട്ടറാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു ഫ്ലേവേർഡ് വാട്ടറും നമ്മുടെ ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് കുക്കാവണം. എന്നിട്ട് അതൊന്ന് വറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് ഡക്കിട്ട് കൊടുക്കുന്നത്. ഇനി ഈ പരുവത്തിലേക്ക് നമുക്ക് ഡക്കിട്ട് കൊടുക്കാം. കാരണം ഡക്ക് ഓൾറെഡി വെന്തതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ വെന്ത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇളക്കുമ്പോഴാണെങ്കിലും ഒത്തിരി അങ്ങോട്ട് കുത്തി ഇളക്കരുത്, പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഒന്നെങ്കിൽ ചുറ്റിച്ചു കൊടുക്കുക ആ ഒരു ചട്ടി പിടിച്ചിട്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഈ ഒരു പരുവത്തിൽ നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. കാരണം കുരുമുളകാണ് ഈ ഒരു കറിക്ക് മുന്നിൽ നിൽക്കേണ്ടത്, എന്നാലും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാകത്തുള്ളൂ. കുരുമുളകിൽ വരട്ടിയ ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇളക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല കട്ട തേങ്ങാപ്പാലാണ്. ഞാനൊരു 1/2 ഗ്ലാസോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുന്ന പരുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കറിയുടെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായി പോവും. അപ്പം അങ്ങനെ ആവരുത്. കറി നന്നായിട്ട് വറ്റിയൊരു പരുവത്തിൽ വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. നമ്മളെടുത്ത ഡക്കിനാണെങ്കിൽ നല്ലപോലെ നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നെയ്യാണ് ഈ മേലിൽ പൊങ്ങിക്കിടക്കുന്നത്. വെള്ളത്തിനേക്കാളും കൂടുതൽ നെയ്യുണ്ട്. നെയ്യ് കറിക്ക് ടേസ്റ്റ് കൂട്ടും, പക്ഷേ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേയൊക്കെ നെയ്യ് കളഞ്ഞിട്ടാണ് ഒരു ഡക്ക് ഓൾറെഡി ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വെണ്ടക്ക മെഴുക്ക് കിട്ടുന്നുണ്ട്, ഓൾറെഡി മോര് കാച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ വറുത്ത് മാറ്റിയിട്ട് പിന്നീട് ചേർക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി മറന്നു പോയത് കൊണ്ടാണ് തേങ്ങാക്കൊത്ത് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ. തേങ്ങാക്കൊത്ത് നല്ലപോലെ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വറുക്കാൻ വേണ്ടിയിട്ട് നോക്കണം തേങ്ങാക്കൊത്ത്, അതാണ് ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുത്തി ഇളക്കരുത്, അത് മൊത്തം അടന്നു പോവും. അതിൻ്റെ മാംസമൊക്കെ പെട്ടെന്ന് തന്നെ വെന്തത് കൊണ്ട് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിളക്കുക. സോ ഇതാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും പെട്ടെന്ന് തന്നെ വറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പോൾ നമ്മുടെ കറിയുടെ ലുക്കൊക്കെ ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് എക്സൈറ്റഡ് ആണ്. ഇന്ന് കുളവായും ഇല്ല നമുക്കുള്ള കാര്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ഇതിൽ നിന്നൊരു തേങ്ങക്കൊത്തെടുത്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുവാണേ. നല്ല മസാലയൊക്കെ പെരേണ്ട തേങ്ങക്കൊത്തെടുത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം ഉള്ളത് തന്നെ ഞാൻ പറയും. കഴിച്ചിട്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല പാകത്തിനാണ്, എല്ലാം മസാല കൃത്യമാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഓഫ് ദി കറി. നിങ്ങൾ ഡക്ക് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ലാസ്റ്റ് ഒരു നുള്ളി പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഞാൻ ലഞ്ചിന് എന്താ ഉണ്ടാക്കിയതെന്നൂടെ കാണിച്ചു തരാം. നമുക്കാണെങ്കിൽ ഡക്ക് റോസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചാലോ. പിന്നെ നമുക്ക് ഉണക്കമീൻ വറുത്തതുണ്ട്, എൻ്റെ ഫേവറേറ്റ്. നെക്സ്റ്റ് നമുക്കുള്ളത് മോരാണ്. മോരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തേങ്ങ അരച്ച മോരല്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വെണ്ടക്ക മെഴുക്ക് വരട്ടിയത് പപ്പടം വറുത്തതുമാണ്. ചോറും, പക്ഷേ ഈ ചോറ് കഴിക്കുന്നത് ഞാനല്ല, ഇത് ഹസ്ബൻഡിനുള്ളതാണ്. ഞാൻ കഴിക്കുന്നത് ടോട്ടിയാണ്. ടോട്ടിലെ പിന്നെ കറികളും കൂട്ടി കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മോരിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതായിരുന്നു നമുക്ക് ലഞ്ചിനുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഡക്ക് റോസ്റ്റ് കണ്ടല്ലോ, എന്തായാലും ട്രൈ ചെയ്യണം. കാരണം അടിപൊളി റെസിപ്പിയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര അഭിപ്രായമായിരുന്നു. അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതായിരുന്നു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ്, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ. And this is Anu signing off.